ശാസ്ത്രം വളരെ പുരോഗമിച്ചു. ദീർഘകാലത്തെ മനുഷ്യന്റെ കഠിനാധ്വാനത്താൽ മനുഷ്യൻ നേടിയെടുത്ത അറിവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യനെത്തിയ പുരോഗമനവും മനുഷ്യനെ ഉയരങ്ങളിൽ എത്തിച്ചു എന്നുള്ളത് സത്യമാണ്. മറുഭാഗം നാം വീക്ഷിക്കുമ്പോൾ ധാർമ്മികമായി അധപ്പതിച്ചിട്ട് നിത്യനരകത്തിലേക്ക് കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. താൽക്കാലിക ക്ഷണഭങ്കുരമായ ജീവിതത്തില് താൽക്കാലികമായി എന്തെങ്കിലും ജഡീക സന്തോഷങ്ങൾ നൽകി ലോകത്തിന്റെ സ്ഥാനമാനങ്ങളെ നൽകി മുഴു ലോകത്തെക്കാളും വിലപ്പെട്ട മനുഷ്യാത്മാവിനെ വശീകരിക്കാൻ സാത്താൻ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞാടിന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നമ്മുടെ തലകളെ ഉയർത്തുവാൻ സ്വർഗം നമ്മെ ഒരു നാൾ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം എന്നുള്ളതാണ്. പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞ് നരകയോഗ്യരായി നിത്യനരകത്തിലേക്ക് പോയ നമ്മെ സുവിശേഷത്തിന്റെ വെളിച്ചത്താൽ രക്ഷിച്ച് നമ്മുടെ പാപക്കറകളെ കുഞ്ഞാടിന്റെ നിണത്താൽ കഴുകി ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. അനേക ഭക്തന്മാർ ആ സംഭവത്തെ പല രീതിയിലാണ് വിശേഷിപ്പിച്ചത്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, മുൻപേ നിങ്ങൾ കാട്ടൊലിവായിരുന്നു, ഇപ്പോഴോ നിങ്ങളൊരു നല്ല ഒലിവായി തീർന്നിരിക്കും. അപ്പോസ്തലനായ പത്രോസ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, മുൻപേ നിങ്ങൾ തെറ്റിയുഴന്ന ആടുകളായിരുന്നു, ഇപ്പോഴോ നല്ല ഇടയന്റെ സംരക്ഷണത്തിൽ വന്നിരിക്കും. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ വെളിച്ചമാണ്. ആകയാൽ കാട്ടൊലിവായ നാം നല്ലൊലിവായി തീർന്നെന്നും തെറ്റിയുഴന്ന ആടുകളായ നാം ഇടയനെന്ന യേശുവിന്റെ അടുക്കൽ വന്നെന്നും ഇരുളായ നാം ഇപ്പോൾ വെളിച്ചത്തിന് അവകാശിയാണെന്നും ദൂരസ്ഥരായ നാം ഇപ്പോൾ സമീപസ്ഥരാണെന്നും അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ വലിയൊരു ഭണ്ഡാരം കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു ദൈവമക്കളെ. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ദാവീദിന്റെ പുത്രനാണ്. വേദപുസ്തകത്തിൽ അനേക രംഗങ്ങളിൽ യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഏകാന്തമായി കിടന്ന ഒരു ഗസർ ദേശത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ പോയി. മശിഹായുടെ ആഗമനം അറിഞ്ഞ അവിടെ ഭൂതബാധിതനായ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടിട്ടാൽ അറിയും. അവൻ യേശുവിനെ കണ്ടുടനെ പറഞ്ഞു, മഹോന്നത ദൈവത്തിന്റെ പുത്ര എന്നൊരു വിളി വിളിച്ചു. ആ ഗ്രാമവാസികൾക്കാർക്കും യേശുവിനെ പരിചയമില്ല. അതൊരു ചെറിയ ദ്വീപാണ്. ആ ദ്വീപിൽ 100 കണക്കിന് ഗ്രാമങ്ങളുണ്ട്. 10,000 ജനങ്ങൾ അവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ആ 10,000 ജനസംഖ്യയിൽ 9,999 പേർക്കും യേശു ആരെന്നറിയാൻ കഴിഞ്ഞില്ല. അർത്ഥനഗ്നനായി ശവകുടീരത്തിൽ കിടന്ന് ചങ്ങലകൾ ഉരുമി ഒടിച്ച് കൈകാലുകൾ കല്ലുകൊണ്ട് ചതച്ച് അലറി വിളിക്കുന്ന ഒരു പ്രാന്തനുണ്ടായിരുന്നു. യേശുവിന്റെ ആഗമനം അവൻ ദൂരത്തുനിന്ന് അറിഞ്ഞിട്ട് യേശുവിനെ എതിരിട്ടി എന്നൊരു വിളി വിളിച്ചു, മഹോന്നത മഹോന്നത ദൈവത്തിന്റെ പുത്ര, നീ ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കുകയാണോ? പ്രാന്തനായ ആ മനുഷ്യനിൽ വ്യാപരിച്ച പൈശാചിക ശക്തി അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനെ തിരിച്ചറിഞ്ഞു ദൈവമക്കളെ. പിന്നീട് ഒരിക്കൽ ഒരു നാൾ യേശു ശപിക്കപ്പെട്ട പട്ടണമായ എരിഹോവിന്റെ പടിവാതിക്കലേക്ക് പോയി. എരിഹോവിന്റെ പടിവാതിൽ കൂടെ യേശു നടന്നു പോകുമ്പോൾ തെരുവിൽ ഭയങ്കര തിരക്കായിരുന്നു. നാളുകളായി അവിടെ ഇരിക്കുന്ന അന്ധനായ ഒരു ഭിക്ഷക്കാരനുണ്ട്. വഴിയാത്രക്കാരുടെ ദയ തേടിയിരിക്കുന്ന ഭിക്ഷക്കാരൻ തനിക്ക് കിട്ടുന്ന പണം പാത്രത്തിലിട്ട് കിലുക്കി യാചകനായി എന്തെങ്കിലും തരണമേ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് പതിവില്ലാതെ കൂടുതൽ തിരക്ക് ആ പട്ടണത്തിൽ കണ്ടു. ക്ഷണത്തിൽ അവൻ ചോദിച്ചു, എന്താണ് ഈ പട്ടണത്തിൽ ഇത്രമാത്രം തിരക്ക്? രഹസ്യം എന്താണെന്ന് ചോദിച്ചു. ആരോ പറഞ്ഞു കൊടുത്തു, നസ്രേനായ യേശു പോകുന്നു. നസ്രേനായ യേശു പോകുന്നു എന്ന് കേട്ടുടനെ തന്നെ ഈ ദരിദ്രനായ ഭിക്ഷക്കാരൻ തപ്പിത്തടഞ്ഞ് ചാടി എഴുന്നേറ്റ് തന്റെ യാത്രാ സഹായിയായിരുന്ന വടിയെടുത്ത് ദൂരത്തെറിഞ്ഞ് ഭിക്ഷപാത്രവും വലിച്ചു കളഞ്ഞ് എറിഞ്ഞു കളഞ്ഞ് അവൻ ചാടി എഴുന്നേച്ചിട്ട് 950 പരം വർഷങ്ങൾക്ക് മുൻപ് 27 തലമുറയ്ക്കപ്പുറം യഹൂദയിൽ നിന്ന് ഉദിച്ചു വന്ന ദാവീദിന്റെ പേർ ചൊല്ലിയൊരു വിളി വിളിച്ചു, ദാവീദിന്റെ പുത്ര. യേശു തിരിഞ്ഞങ്ങ് നിന്നു. തെരുവിലിരിക്കുന്ന അന്ധനു മനസ്സിലായി, നസ്രേത്തുകാരനായ യേശു 950 വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേം വാണിരുന്ന മഹാരാജാക്കന്മാരിൽ ഉന്നതനായ ദാവീദിന്റെ പുത്ര. യേശു അവന്റെ വിളി കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി.
കൂടെ ഗമിക്കുന്ന ശിഷ്യന്മാർക്കോ തന്നോടൊപ്പമുള്ള ആർക്കും അറിഞ്ഞുകൂടാത്തൊരു വലിയ അറിവാണ്. അന്ധൻ ചാടി എഴുന്നേറ്റു. അവൻ വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ സഹയാത്രികരായ ആരോ പറഞ്ഞു, മൗനമായിരിക്കുക, മൗനമായിരിക്കും. അവൻ മൗനമായിരുന്നില്ല. പ്രത്യാശയുടെ ദൈവം അവന്റെ ഉള്ളിൽ ആളിക്കത്തി. അവൻ ചാടി എഴുന്നേറ്റു. ആ പുരുഷാരത്തിന്റെ ആരവത്തിനപ്പുറം കൂടി യേശുവിനെ അനുഗമിച്ചുകൊണ്ട് യേശു ചെയ്ത സൽപ്രവൃത്തികളെ ഘോഷിച്ച് ആനന്ദത്താൽ ഉള്ളി അട്ടഹസിക്കുന്ന ആ ജനത്തിന്റെ ആർപ്പുവിളിക്കപ്പുറം നസ്രേനായ യേശു ദാവീദിന്റെ പുത്രനാണെന്നും അവൻ ഉദ്ധാരണത്തിന്റെ ദൈവമാണെന്നും പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തമാണെന്നും അവൻ ജാതികൾക്കൊരുക്കിയ രക്ഷയാണെന്നും അവൻ യെരൂശലേമിന്റെ വെളിച്ചമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നോട് മനസ്സലിയണമേ. അവൻ ഇരിക്കുന്നത് എരിയോവിന്റെ പടിവാതിക്കലാണ്. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് യോശുവ എരിയോവിനെ ഇടിച്ചു നിരത്തി പട്ടണത്തെ ശപിച്ചതാണ്. ഈ പട്ടണം പണിയുന്ന ഏവനും ശാപയോഗ്യൻ. എരിയോവിലേക്ക് പോകാൻ ആർക്കും ഇഷ്ടമില്ല. എരിയോവിലേക്ക് പോയ പണ്ടൊരുവനെ കള്ളന്മാർ അടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനും അർത്ഥനഗ്നനുമായിട്ട് അവന്റെ സമ്പത്തും കൊണ്ടുപോയതാണ്. അതുകൊണ്ട് എരിയോവിലേക്ക് പോകാൻ ആർക്കും ഇഷ്ടമില്ല. പക്ഷെ അവിടെ ഒരു അന്ധനിരിപ്പുണ്ട് ദൈവമക്കളെ. അന്ധൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ആത്മാവ് ഉണർന്നിട്ട് അവൻ അറിയാം, ഒരു ദിവസം ദാവീദിന്റെ മകൻ ഈ വഴി വരും. ഒരു ദിവസം എന്റെ കണ്ണ് തുറക്കും. തെരുവിലെ പുരുഷാരത്തിന്റെ ആരവം കേട്ടപ്പോൾ ആരാഞ്ഞറിഞ്ഞിട്ട് യേശുവാണെന്ന് കണ്ടപ്പോൾ ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചു. ഗസര ദേശത്ത് അർത്ഥനഗ്നനായി ശവകുടീരത്തിൽ കിടന്ന് കൈകാലുകൾ കല്ലുകൊണ്ട് ചതച്ച ആ അർത്ഥഭ്രാന്തനായി കിടക്കുന്നവൻ യേശുവിനെ വിളിച്ചത് മഹോന്നത ദൈവത്തിന്റെ പുത്ര എന്നാണ്. ശാപയോഗ്യനായി കിടക്കുന്നവൻ വിളിച്ചു പറഞ്ഞു. പിശാച് ബാധിതനായവൻ തിരിച്ചറിഞ്ഞു ഇവൻ മഹോന്നതന്റെ പുത്രനാണെന്ന്. മറുഭാഗത്തെ എരിഹോവിന്റെ വടിവാതിക്കലിരുന്ന് യാത്രക്കാരുടെ ദയ തേടുന്ന ദരിദ്രനായ ഭിക്ഷക്കാരൻ മനസ്സിലാക്കി ഇവൻ ദാവീദിന്റെ പുത്രനാണ്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മുടെ യേശു മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനും അവൻ ദാവീദിന്റെ സന്തതിയുമാണ്. ഗബ്രിയേൽ ദൂതൻ വന്നു പറഞ്ഞ വാക്യതാണ്, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും, അവന്റെ രാജ്യത്തിന് അവസാനം വരത്തില്ല. വാക്കിന്റെ നിവർത്തിക്ക് ലോകം മുൻപോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദിന്റെ സിംഹാസനം ഇതുവരെയും നമ്മുടെ യേശുവിന്റെ പക്കൽ ലഭിച്ചിട്ടില്ല. യേശുവിന്റെ സിംഹാസനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിന് പല വശങ്ങളുണ്ട് ദൈവമക്കളെ. യേശു ലോകത്തിൽ വരുമ്പോൾ പലരും യേശുവിനെ രാജാവെന്ന് തിരിച്ചറിഞ്ഞു. മശിഹായുടെ ജനന നാളുകളിൽ വിദ്വാൻമാർ യേശുവിനെ തേടി പോകുന്ന ഒരു രംഗമുണ്ട്. നാം ചിന്തിക്കും ഇവരൊക്കെ ദുർമന്ത്രവാദികളാണോന്നും. അല്ല ദൈവമക്കൾ, ഇവരൊക്കെ വാനനിരീക്ഷകരായിരുന്നു. നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ആകാശത്തുദിക്കുമെന്നാണ് പറയും. ലോകത്തിൽ ഇതുവരെ ഏതെല്ലാം മഹാന്മാർ ജനിച്ചിട്ടുണ്ടോ അന്നൊക്കെ ആകാശത്തൊരു നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്. പുരാതന പേർഷ്യക്കാരും ഭാരതീയരും ഒക്കെ ഇത് വിശ്വസിക്കും. നമ്മുടെ ആളുകളും നക്ഷത്രമൊക്കെ നോക്കുന്നവരുണ്ട് ദൈവമക്കളെ. ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്. ഒരുവൻ മരിക്കുമ്പോൾ നക്ഷത്രം നിരയിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നാണ് വാനനിരീക്ഷകർ പറയുന്നത്. അങ്ങനെ വാനനിരീക്ഷകരായ 3 വിദ്വാൻമാർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രജാലങ്ങളുടെ നീക്കങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. സംഭവം എന്താണ്? അവരതിന്റെ ആഴങ്ങൾ ആരാഞ്ഞു പഠിച്ചപ്പോൾ എവിടെയോ ഒരു രാജകുമാരൻ ജനിച്ചിരിക്കുന്നു. ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മഹാനായ രാജകുമാരൻ ജനിച്ചിരിക്കുന്നു. ദിക്കും ദേശമൊക്കെ നോക്കിയെടുത്തു നോക്കുമ്പോൾ ദാവീദിന്റെ പട്ടണത്തിന് നേരെയാണ് ഉദിച്ചു നിൽക്കുന്നത്. വിദ്വാൻമാർ യാത്രയായി ദൈവമക്കളെ. നമുക്ക് പിറവം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ. മൂവാറ്റുപുഴ കഴിഞ്ഞ് മുളന്തുരുത്തിക്കിടയിൽ പിറവം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പുരാതനമായ ഒരു യാക്കോബ സുറിയാനി പള്ളിയുണ്ട്. അത് രാജാക്കന്മാരുടെ പള്ളി എന്നാണ് പറയുന്നത്. ദേശത്തുള്ള ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ മശിഹായെ കാണാൻ പോയ 3 വിദ്വാൻമാർ അവിടുന്ന് പോയെന്നാണ് പറയുന്നത്. വ്യക്തമായ തെളിവൊന്നുമില്ല എവിടുന്നോ പോയോ. ഏതായാലും ഇവർ വിദ്വാൻമാർ, ഇവർ യേശുവിന്റെ ജനനത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഇതുപോലൊരു നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്. നമ്മുടെ കാറ്റ് പോകുമ്പോൾ നക്ഷത്രം നിരയിൽ നിന്ന് പോകും. ഭാരതീയരുടെ വിശ്വാസം അനുസരിച്ചല്ലേ നമ്മുടെ നക്ഷത്രഫലമൊക്കെ നോക്കുന്നവരെ കണ്ടിട്ടില്ലേ? മോശ ജനിച്ചപ്പോഴും സോളമൻ ജനിച്ചപ്പോഴും ഒക്കെ ഇതുപോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഉദിച്ചെന്നാണ് പണ്ഡിതർ പറയുന്നത്. യേശു ജനിച്ചപ്പോഴും ഇതേ അവസ്ഥയിൽ ഒരു നക്ഷത്രം കണ്ടു. അവർ ഇസ്രായേലിന്റെ രാജാവിനെ തേടിയല്ല പോയത്. അവർ പോയത് യഹൂദന്മാരുടെ രാജാവിനെ തേടിയാണ്.
യഹൂദന്മാരുടെ രാജാവ് എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ നക്ഷത്രത്തിന്റെ ഗമനം കണ്ട് പുൽക്കുടിൽ കണ്ടെത്തി അവർ യേശുവിനെ നമസ്കരിച്ചു. ആഴമായൊരു അറിവ് അവർക്കുണ്ട് ദൈവമക്കളെ. ഇവർ വലിയ വിദ്വാൻമാരാണ്. ജ്ഞാനികൾക്ക് ഇതൊക്കെ പിടികിട്ടത്തുള്ളൂ. ജ്ഞാനികൾക്കൊന്ന്, നക്ഷത്രം കണ്ടാൽ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. 2, നക്ഷത്രത്തിന്റെ ദിശ നോക്കി യാത്ര ചെയ്യാൻ അറിവുണ്ട്. മാത്രമല്ല, ആ നക്ഷത്രം ഉദിച്ചപ്പോൾ ജനിച്ച വ്യക്തി ആരാണെന്ന് അറിഞ്ഞ് അവൻ എന്തു കൊടുക്കണമെന്നും അറിയാം. ഈ 3 വിദ്വാൻമാരിൽ ഒരുവൻ കൊണ്ട് മനോഹരമായ ഒരു പൊന്ന് യേശുവിന്റെ മുമ്പിൽ വെച്ചു. ഗുരു, നീ ലോകമടക്കി വാഴുന്ന രാജാവാണ്, നിന്റെ സിംഹാസനത്തിന് ഇരിക്കട്ടെ ഈ പൊന്നെന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരുവൻ തൊട്ടുപിന്നിൽ നിൽക്കുന്നു. അവൻ 100 തൈലമാണ് കൊണ്ടു കൊടുത്തത്. പുരാതന കാലത്ത് ശുദ്ധീകരണത്തിനായി മനുഷ്യർ ഭക്ഷിച്ചിരുന്ന ഒന്നാണ് 100 തൈലം. ഭയങ്കര കയ്പാണ്. അത് പ്രവാചകന്മാരുടെ വേദനപ്പെട്ട ശുശ്രൂഷയെ കാണിക്കുകയാണ്. വിദ്വാൻ ഈ കുഞ്ഞിനെ കണ്ടുടനെ 100 തൈലം കൊടുത്തു. നീ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ്, അസംഖ്യം വേദനകളും ദുരിതങ്ങളും നിന്റെ പ്രാണന് നേരെ യുദ്ധം ചെയ്യുമെന്ന് താൻ പറഞ്ഞു. 3ാമത്, ഇനി ഒരുവൻ പുറവിൽ നിൽക്കുന്നു. അവൻ കൊണ്ടു കൊടുത്തത് കുന്തിരിക്കമാണ്. പഴയ നിയമകാലം തുടങ്ങി ദേവാലയ ശുശ്രൂഷയിൽ പുരോഹിതന്മാരുടെ ഭാഗമായിരുന്നു കുന്തിരിക്കം. ഇന്നും ക്രൈസ്തവരുടെ ദേവാലയങ്ങളിൽ അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ യേശു ഒരു രാജാവാണ്, അവനൊരു കിരീടം വേണം. യേശു ഒരു പ്രവാചകനാണ്, അവന് വേദനപ്പെട്ട നാളുകളുണ്ടാകും. യേശു മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കുമുള്ള പൗരോഹിത്യമേൽക്കുന്ന ശ്രേഷ്ഠനാണ്. അവന്റെ ശുശ്രൂഷയ്ക്ക് കുന്തിരിക്കം വേണം. ഈ പരിജ്ഞാനമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാനും ഒക്കത്തുള്ളൂ. ദൈവമക്കളെ, ഇവരെ ആരും പറഞ്ഞു കൊടുത്തതല്ല. മെസ്സിഹായെ കണ്ട് മടങ്ങിപ്പോയി അവർ പറഞ്ഞു, ഇവനൊരു രാജാവാണ്. പലയിടങ്ങളിലും പീലാത്തോസിന്റെ വിധിയുടെ നാളിൽ നീ യഹൂദന്മാരുടെ രാജാവാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. യേസ് എന്നൊരു മൂളിച്ച മൂളി. അദ്ദേഹം ആകപ്പാടെ ഞെട്ടിപ്പോയി. കാര്യം കൈസറായിരുന്നു അക്കാലത്ത് റോമൻ ഭരിച്ചിരുന്നത്. കൈസറുടെ കീഴിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് ഇസ്രായേൽ. പുരാതന കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ കോളനി വാഴ്ച നടത്തിയപ്പോൾ വൈസ്രോയിമാർ ഭരിച്ചതുപോലെ അക്കാലത്ത് പാലസ്തീൻ, ഇസ്രായേൽ നാട് ഭരിച്ചിരുന്ന ഒരാളായിരുന്നു യേശുവിന്റെ കാലത്തെ പീലാത്തോസ്. അദ്ദേഹത്തിന് മേളിൽ റോമിൽ ഒരു കൈസർ ഉണ്ടായിരുന്നു. കൈസറിന്റെ കീഴിലായിരുന്നു പീലാത്തോസ്. അതിന്റെ കീഴിൽ നമ്മുടെ പഞ്ചായത്ത് ഭരണം പോലെയും വില്ലേജ് ഭരണം പോലെയുമായിരുന്നു ഹേരോദാവിന്റെയും കയ്യാഭാവിന്റെയും ഒക്കെ ഭരണം. അവർക്ക് ചമ്മട്ടിക്കടിക്കാനോ പിടിച്ച് 4 ദിവസം ജയിലിലിടാനൊക്കെ ഉള്ള അധികാരമേ ഉള്ളൂ. എന്നാൽ പീലാത്തോസിനും കൈസർക്കും മാത്രമേ വധശിക്ഷയ്ക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മശിഹാ തമ്പുരാനെ പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ച് ഒടുവിൽ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് റോമ ഗവർണറുടെ നിയമം അനുസരിച്ച് രാജ്യദ്രോഹ കുറ്റവാളിയുടെ ശിക്ഷയാണ് മശിഹായിക്ക് കൊടുത്തത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ വിസ്താരവേളയിലും യേശു രാജാവാണ് എന്നൊരറിവുണ്ടായിരുന്നു. മശിഹായുടെ അന്തിമ നിമിഷത്തിലേക്ക് വരിക. ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാരെ ക്രൂശിച്ചിരുന്നു. അക്കാലത്ത് ക്രൂശീകരണം ഭയങ്കര പണച്ചെലവുള്ള കാര്യമാണ്. ഒരു ക്രൂശീകരണത്തിനായി പോകുമ്പോൾ ഇത്ര പടയാളികൾ പോയിരിക്കണം, ഇത്ര കുതിരകൾ ഉണ്ടായിരിക്കണം, അതിനെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റന്മാർ ഇന്നതായിരിക്കണം, സൈനാധിപന്മാർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നിർദ്ദേശമുണ്ട്. അല്ല, എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കെട്ടിത്തൂക്കിയൊന്നും കൊല്ലാനൊക്കത്തില്ല. വളരെ പണച്ചെലവുള്ളത് കൊണ്ട് പലപ്പോഴും ഇതൊന്നിച്ചായിരുന്നു ക്രൂശീകരണം നടക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിനു മുൻപ് തന്നെ രാജദ്രോഹികളായ 2 കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ 3 പേരെയും കൂടെ ചേർത്താണ് ക്രൂശിക്കാൻ കൊണ്ടുപോയത്. യേശു 2 ശിക്ഷ ഏൽക്കേണ്ടി വന്നു. ഒന്ന്, മോശ ന്യായപ്രമാണത്തിൽ എഴുതി ചേർത്ത ശിക്ഷയനുസരിച്ച് 39 അടി താൻ ചമ്മട്ടിയാൽ ഏൽക്കേണ്ടി വന്നു. 2, റോമന്റെ ശിക്ഷയനുസരിച്ച് നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിച്ചു. ആ ക്രൂശീകരണത്തിന്റെ അന്തിമ നിമിഷത്തിൽ വരുമ്പോൾ ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാരുണ്ട്. ക്രൈസ്തവരെല്ലാം കൂടെ ചേർന്ന് ഇവനെ കള്ളൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വലത്തുള്ള കള്ളൻ എന്ന് പറയും. നമ്മുടെ വലത്തെ കൈക്കാണല്ലോ സ്വാധീനത കൂടുതൽ. ഏത് കാര്യം വലത് സൈഡിലായതുകൊണ്ട് വലത്താണോ ഇടത്താണോ എന്ന് അറിഞ്ഞുകൂടാ. 2 പേരും യേശുവിനെ ദൂഷിച്ചു. ക്ഷണത്തിൽ ഒരുവൻ പശ്ചാത്തപിച്ചു. അവൻ കർത്താവായ യേശുവിനെ ഒന്ന് നോക്കി. ശരീരവാസകലനം അടിയേറ്റിരിക്കുകയാണ്. തലയിൽ ഒരു മുൾക്കിരീടം ഇരിക്കുന്നു. തലമുടി നാരുകൾ വലിച്ചു പറിച്ചു. നഗ്നത മറപ്പാൻ മാത്രം, അല്ലെങ്കിൽ അർത്ഥ നഗ്നനായി കിടക്കുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ട യേശുവിനെ ഒന്ന് നോക്കിയ ശേഷം അവൻ വളരെ യാചനാ മനോഭാവത്തോടെ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമേ.
ശരീരമാസകലനം അടിയേറ്റു മരണത്താഴ്വരയിൽ കൂടെ പോയി നാവ് വരണ്ടുണങ്ങി ഒരു വിറകുകൊള്ളി പോലെ ആയിരിക്കുന്നവൻ സകല മാനവരാശിയുടെയും നിന്ന് ചുമന്നുകൊണ്ട് ശരീരം മുഴുവൻ മുറിവേറ്റ് കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയില് മൃഗത്തിന്റെ തോലുരിച്ച് കണ്ണം മുറിച്ച് അസ്ഥികൾ ഒടിയാതെ യാഗപീഠത്തിൽ അടുക്കി വെച്ചിരിക്കുമ്പോൾ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രാണൻ വിട്ടുപോകുന്ന മശിഹായെ കണ്ടിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ. യേശു പെട്ടെന്ന് തല തിരിച്ചു, വാക്കുകളെ ശ്രദ്ധിച്ചു. നാം ചിന്തിക്കും ഇത് യാദൃശ്യമാണെന്ന്. അല്ല സഹോദരങ്ങളെ, ഇത് യാദൃശ്യമല്ല. 950ഓളം വർഷങ്ങൾക്ക് മുൻപ് 22-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദ് ഇങ്ങനെ പാടിച്ചേർത്തു, അരിഷ്ടന്റെ അരിഷ്ടത നീ നിരസിച്ചില്ലല്ലോ, നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ നിന്റെ മുഖം മറച്ചില്ലല്ലോ, നീ അവന്റെ അപേക്ഷ കേട്ട് അവനെ രക്ഷിക്കുകയത്രേ ചെയ്തത്. ദാവീദിന്റെ പ്രവചന നിവർത്തി എന്ന വണ്ണം 22-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്കിന്റെ നിവർത്തി എന്ന വണ്ണം മശിഹ അവനെ ശ്രദ്ധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ കർത്താവായ യേശു രാജാവാണ്. യേശു ലോകത്തിലേക്ക് വരുമ്പോൾ ആ ദാവീദിന്റെ പുത്രനാണെന്നും അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്നും അവനൊരു രാജാവാണെന്നും ആ കാലഘട്ടങ്ങൾ ഗ്രഹിച്ചിരുന്നു. വായിച്ച വേദഭാഗം നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. ആ വാക്ക് മാത്രം ഒന്ന് വായിച്ചാട്ട്. ലാസ്റ്റ് 32-ാം വാക്യം ലൂക്കോസ്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ വലിയവനാകും. അടുത്ത വാക്ക്, കർത്താവായ ദൈവം അവന്റെ പിതാവ്. അവൻ വലിയവനാകും. കർത്താവായ ദൈവം അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദാനിയേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ വരുമ്പോൾ അപ്പനായ പിതാവ് യേശുവിനൊരു സിംഹാസനം കൊടുക്കുന്നു. യേശുവിന്റെ സിംഹാസനത്തെ കുറിച്ച് പഠിച്ചാൽ ആ സിംഹാസനം 3 നിലവാരത്തിൽ കാണാം. ഒന്ന്, ഉയർത്തുവന്ന യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ സ്ഥാപിച്ച സിംഹാസനമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ഞാനൊരു വലിയ മർമ്മം നിങ്ങളോട് പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത്. ആകയാൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന്റെ ഒരു സിംഹാസനമുണ്ട്. അടുത്ത യേശുവിന്റെ സിംഹാസനം സിയോനിലാണ്. 2-ാം സങ്കീർത്തനത്തിൽ ഭക്തന്മാരിങ്ങനെ പാടി, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കും. ഭക്തനായ സ്തെഫാനോസ് കല്ലേറേറ്റ് മരിക്കുമ്പോൾ അവൻ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കി പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന എന്റെ കർത്താവായ യേശുവിനെ എന്റെ പിതാവ് ഉയർത്തി, ഇപ്പോൾ അവൻ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അതാണ് യേശുവിന്റെ 2-ാമത്തെ സിംഹാസനം. ഇനിയും യേശുവിന്റെ 3-ാമത്തെ സിംഹാസനം അത് ഭൂമിയിൽ സ്ഥാപിക്കുന്ന സിംഹാസനമാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ആ ചിന്താ വിഷയം ഈ സിംഹാസനം എപ്പോൾ യേശുവിന്റെ പക്കൽ ലഭിക്കും എന്നുള്ളതാണ്. തിരുവെഴുത്തിന്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ ഇത് ഇസ്രായേലിന്റെ രാജ്യത്തോടും ആ ജാതിയുടെ ചരിത്ര പശ്ചാത്തലത്തോടും ബന്ധപ്പെട്ടാണ് നാം പഠിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദാവീദിന്റെ സിംഹാസനത്തെ കുറിച്ച് പഠിച്ചാൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടു. കുഞ്ഞാടിന്റെ നിണത്താൽ രക്ഷപ്പെട്ട ഇസ്രായേൽ ആഴമേറിയ ചെങ്കടൽ കടന്ന് വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ 40ഓളം വർഷം നടന്നു. ഭക്തനായ മോശയുടെ കീഴിലും ബലവാനായ യോശുവയുടെ കീഴിലും അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തു. ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തിയവർ 40ഓളം വർഷം നടന്ന് ജോർദാൻ കടന്ന് കനാൻ എന്ന ദേശത്തേക്ക് വന്നു. കനാൻ എന്ന മനോഹര ദേശം ശ്രേഷ്ഠനായ യോശുവ വിഭജിച്ച് 12 ഗോത്രങ്ങൾക്കായി കൊടുത്തു. ഈ 12 ഗോത്രങ്ങൾ ഇസ്രായേൽ ദേശത്തെ അടക്കുവാണിരുന്നു. യോശുവയുടെ കാലം തുടങ്ങി ശമൂവേൽ എന്ന പ്രവാചകന്റെ കാലം വരെ ദീർഘവർഷക്കാലം പ്രഗത്ഭരായ ന്യായാധിപന്മാർ ഈ രാജ്യം ഭരിച്ചിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് ഈ ജനമെല്ലാം ആവശ്യപ്പെട്ടിട്ട് അവർ രാജ്യത്വത്തിലേക്ക് നീങ്ങുകയാണ്. ദീർഘവർഷക്കാലം ഈ ദേശം ഭരിച്ചിരുന്നത് ന്യായാധിപന്മാരായിരുന്നു. ആ ന്യായാധിപന്മാരുടെ അവസാന കണ്ണിക ശമൂവേൽ പ്രവാചകനാണ്. ശമൂവേൽ പ്രവാചകൻ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിലും മക്കൾ നേരുന്നെറിയുള്ളവരായിരുന്നില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ശമൂവേലിന്റെ മക്കൾ കൈക്കൂലി വാങ്ങി വിധിക്കുന്നവരായിരുന്നു.
ശമൂവേൽ പ്രവാചകൻ നല്ല മനുഷ്യനാണ്. വേദപുസ്തകത്തിൽ അദ്ദേഹത്തെ പോലെ മാന്യതയും വ്യക്തിത്വവും ഉള്ള ഒരു മനുഷ്യൻ വേറെയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപോലെ 3 ശുശ്രൂഷ ചെയ്ത ആരും ന്യായപ്രമാണ യുഗത്തിലില്ല. ശമൂവേൽ ഒരു പ്രവാചകനാണ്, ശമൂവേൽ ഒരു പുരോഹിതനാണ്, ശമൂവേൽ ഒരു ന്യായാധിപനാണ്. ഇങ്ങനെ ആർക്കും ചാൻസ് കിട്ടിയിട്ടില്ല. പ്രവാചകനും പുരോഹിതനും ന്യായാധിപനുമായ ശമൂവേലിന്റെ കാലത്ത് ശമൂവേലിന്റെ കുഞ്ഞുങ്ങൾ തികച്ചും ഒരു ദ്രോഹികളായി തീർന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നു, അവർ കൈക്കൂലി വാങ്ങി വിധിക്കുന്നവരും നീചന്മാരുമായപ്പോൾ ജനമെല്ലാം ശമൂവേലിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, പ്രവാചകൻ നല്ല മനുഷ്യനാണ്, മാന്യനാണ്, വ്യക്തിത്വമുള്ളവനാണ്, പ്രവൃത്തിയിലും വിധികളിലും നീതിയുള്ളവനാണ്. പിള്ളാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്രയും അഭിപ്രായമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരണം. ശമൂവേലിന് അതിച്ചിരി മാനസിക സംഘർഷം ഉണ്ടാക്കിയെങ്കിലും ആ കാല സാഹചര്യം അനുസരിച്ച് ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, ശമൂവേലേ ദുഃഖിക്കേണ്ട, അത് നിന്നെയല്ല എന്നെയാ തള്ളിയിരിക്കുന്നത്. ഒക്കെ ആശ്വാസത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ, അല്ല മറ്റൊന്നുമല്ല. അവർ ശമൂവേലിനെ ദൈവത്തെ അല്ല തള്ളിയത്, ശമൂവേലിനെയാ തള്ളിയത്. കാരണം തുടർന്ന് ശമൂവേലിന്റെ കാലം കഴിഞ്ഞാലുള്ള അവസ്ഥകൾ തികച്ചും അരാജകത്വമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ജനത്തിന്റെ ആവശ്യം സ്വർഗം അംഗീകരിച്ചു, അവർക്കൊരു രാജാവിനെ കൊടുത്തു. അവന്റെ കോപത്തിൽ അവൻ രാജാവിനെ കൊടുത്തു, അവന്റെ ക്രോധത്തിൽ അവനെ തള്ളിക്കളഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ രാജാവ് ഇസ്രായേൽ ഗ്രഹത്തിലെ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. റാഹേലിന്റെ യാത്ര മധ്യേ ജനിച്ച ബെന്നോനി പിൽക്കാലത്ത് ബെന്യാമിൻ എന്നറിയപ്പെട്ട ഗോത്രത്തിൽ നിന്ന് സമ്പന്നനായ കീശ് എന്നൊരുവന്റെ മകൻ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി. ഏറെക്കുറെ 30 വയസ്സ് പ്രായം അന്ന് ശൗലിനുണ്ടായിരുന്നു. 40ഓളം വർഷം അദ്ദേഹം ഇസ്രായേലിന് രാജാവായിരുന്നു. ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ ഏകീകരിച്ച് ഒരു സൈന്യത്തെ കെട്ടിയുറപ്പിച്ച് ഒരു രാജ്യത്തിന്റെ ഏകീകരണം നടത്തിയ ആളാണ് പ്രഗൽഭനായ ശൗൽ. പലപ്പോഴും നമ്മൾ ശൗലിനെ വളരെ നികൃഷ്ട കണ്ണുകളോടെ കാണാറുണ്ട്. എന്നാൽ വേദപുസ്തക ചരിത്രം പഠിച്ചാൽ ദാവീദിനെ വെച്ച് നോക്കുമ്പോൾ രാജ്യസ്നേഹി എന്ന് വിശേഷിപ്പിക്കേണ്ടത് തികച്ചും ശൗൽ തന്നെയായിരുന്നു. എന്നാൽ ശൗലിന്റെ പ്രാരംഭ നാളുകൾ നന്നായിരുന്നു. ദൈവത്തിന്റെയും ശമൂവേലിന്റെയും വാക്കുകൾ അവന്റെ കാതുകൾ കിംബമായിരുന്നു. കാലങ്ങൾ പലത് കടന്നു, സ്വാർത്ഥതയും ജഡമോഹവും അവനിൽ വളർന്നു വന്നു. അധികം വൈമുമ്പേ കാലടികൾ വഴുതി. അനുസരണക്കേടിൽ നിന്ന് അവന്റെ കാല് ദൈവഹിതത്തിൽ അന്യപ്പെട്ടുപോയി. ഒന്നിൽ നിന്ന് തെറ്റി അവൻ മറ്റൊന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. അവനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് അവനെ വിട്ടൊഴിഞ്ഞു. പകരം ഒരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു. ദുരാത്മാവിന്റെ ശക്തി നിമിത്തം പ്രാകൃതത്തിൽ നിന്ന് പ്രാകൃതത്തിലേക്ക് പോയി. ഒരു ദിവസം അവൻ അഭിഷക്തനായ ദാവീദിന് നേരെ കുന്തവുമായി ചാടി. പിന്നോട് ഒരിക്കൽ അവൻ ശമൂവേലിന്റെ അങ്കി വലിച്ചു കീറി. പഞ്ഞിനൂലുകൊണ്ടുള്ള അങ്കി ധരിച്ച 85 പുരോഹിതന്മാരെ കാരണം കൂടാതെ ഈ ദുഷ്ടൻ കൊന്നു. ഒന്നിൽ നിന്ന് തെറ്റി മറ്റൊന്നിലേക്ക് പോയി. അധികം വൈകി മുമ്പ് ഏറെക്കുറെ 70 വയസ്സു പ്രായമുള്ളപ്പോൾ ശത്രുവായ പെലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിച്ചു. ഉഗ്രമായ യുദ്ധം നേരിടേണ്ടി വന്നു. യുദ്ധകളത്തിൽ ശൗൽ പരാജിതനായി പോയി. അതിനു മുമ്പ് തന്നെ ശമൂവേൽ എന്ന പ്രവാചകൻ മരിച്ചിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ശൗലിനെ രാജാവാക്കിയ ശമൂവേൽ അപ്പോഴേക്കും മരിച്ചിരുന്നു. 70 വയസ്സു പ്രായമുള്ള ശൗലും അവന്റെ മകനായ സൈനാധിപനായ യോനാഥാനും പ്രഗൽഭരായ സൈനികരോടുകൂടെ അവൻ പെലിസ്ത്യരെ ആക്രമിച്ചു. പക്ഷേ പിടിച്ചു നിൽക്കാൻ ഒത്തില്ല. ശത്രുവിന്റെ മുൻപാകെ അവന്റെ സന്തതികൾ വീണു. അവൻ ഓടി ഗിൽബോവ എന്ന പർവ്വതത്തിലേക്ക് ചെന്നു. ശത്രു അവനെ ചുറ്റി വളഞ്ഞു. ജീവിതത്തിൽ അവന്റെ പ്രാണൻ ഭയപ്പെടുന്ന ഒരു രംഗമുണ്ടായപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? സ്വയം ആത്മഹത്യ ചെയ്തു. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവിന്റെ ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വന്തം ആയുധം നെഞ്ചത്ത് കുത്തിക്കയറ്റി ആ ആയുധത്തിൽ നിന്ന് പെടഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അമാലിയക്കൻ ആ വഴി പോയി. യുദ്ധം ഉണ്ടായത് പെലിസ്ത്യരോടാണെങ്കിലും കൊന്നത് അമാലിയക്കാണ്. അതാണ് അത്ഭുതം. കൊല്ലേണ്ടത് പെലിസ്ത്യരാണ്, യുദ്ധം ഉണ്ടായത് പെലിസ്ത്യരോടാണ്. പക്ഷേ ശൗലിനെ കൊന്നത് അമാലിയക്കാരാണ്. അതാണ് അത്ഭുതം. ആ പെലിസ്ത്യ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരനല്ല കൊന്നത്. എന്തോ മാങ്ങായോ തേങ്ങായോ പറങ്ങണ്ടിയതോ പെറുക്കാൻ പോയി ഒരുത്തനാണ്. അവൻ അതിലേ പോയി തിരിഞ്ഞു നോക്കി. നീ ആരാണെന്ന് ചോദിച്ചു. ഞാനൊരു അമാലിയക്കനാണ്, പ്ലീസ് എന്നെ ഒന്ന് കൊല്ലാമോ എന്ന് ചോദിച്ചു. ദൈവഭയമില്ലാതെ യഹോവയുടെ സിംഹാസനത്തോട് യുദ്ധം ചെയ്യുന്ന ആ ദുഷ്ടജാതിയുടെ സാന്തതി അഭിഷക്തൻ എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടവനായി അവൻ ഓടിയെത്തി ശൗലിന്റെ വാൾ ഊരിയെടുത്ത് അവന്റെ കഴുത്തറുത്ത് കളഞ്ഞു. എന്തൊരു ഭീകരത!
ആത്മഹത്യയുടെ ദാരുണമായൊരവസ്ഥയായിരുന്നു ഗിൽബോവായിൽ നടന്നത്. അനന്തരം അവന്റെ സന്തതി പാരമ്പര്യങ്ങളും തകർന്നുടഞ്ഞു. അതിനുശേഷം ദാവീദ് എന്നൊരുവൻ വന്നു. ആടുകളെ മേയിക്കുന്ന വേലയിൽ നിന്ന് ദാവീദിനെ കൊണ്ടുവന്നു. ഏറെക്കുറെ 14-15 വയസ്സ് പ്രായമുള്ളപ്പോൾ ദാവീദ് അരമനയിൽ വന്നതാണ്. കിന്നരം വായന ജോലിക്കാരനായിട്ടാണ് വന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പലസ്തീനായ ഗോലിയാത്തിനെ കൊന്നത്. പ്രമോഷൻ ഉണ്ടായി ദൈവമക്കളെ. പിന്നെ സൈനാധിപനായി. പിന്നെ അവിടുത്തെ ശൗലിന്റെ പ്രിയപ്പെട്ട മകൾ മീഖലിനെ വിവാഹം കഴിച്ചു. പിന്നീട് ശൗലിന് ഏറ്റവും ശത്രുവായി. ചെന്നു കയറിയത് കിന്നരം വായനയ്ക്ക്. അധികം മുമ്പ് അവിടെ സൈനാധിപനായി. കുറെ കഴിഞ്ഞപ്പോൾ മരുമോനായി. ഇനിയും കുറെ കഴിഞ്ഞപ്പോൾ ശൗലിന്റെ ഏറ്റവും വലിയ ശത്രുവായി. അവൻ കിന്നരം വായിക്കുന്ന കാലത്ത് ശൗലിനെ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് കരഞ്ഞില്ല. അവന് വാള് കിട്ടിയപ്പോൾ ഇടം വലം വെട്ടി അധികാരം ദുർവിനിയോഗം ചെയ്തില്ല. മീഖലിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് നെഞ്ചും നെറ്റിയും കാണിച്ച് ഞാൻ രാജാവിന്റെ മരുമോനാണെന്ന് പറഞ്ഞൊരു പ്രഹസനം നടത്തിയില്ല. ശത്രു എന്ന വണ്ണം കാട്ടുകോഴിയെ തേടി ഒരു നായാട്ടുകാരൻ നടക്കും പോലെ ഈ ശൗൽ പുറകെ നടക്കുമ്പോൾ ശൗലിനോട് പ്രതികാരം ചെയ്തില്ല. ഇതൊക്കെ ദൈവം തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ ഇങ്ങനെ കുനിഞ്ഞു താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലത്തെ ക്വാളിറ്റി എല്ലാം കൂടെ വെച്ചിട്ടാണ് പിൽക്കാലത്ത് ഒരു കുഴപ്പടി കാണിച്ചിട്ടും ദൈവം തമ്പുരാൻ ക്ഷമിച്ചത്. അറിയാമോ? അല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല. അക്കാലത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശൗലിനെ കൊല്ലാൻ കയ്യിൽ കിട്ടി, കൊന്നില്ല. അവനെ യഹോവയുടെ അഭിഷക്തനാണ്, ഓങ്ങരുതേ ഓങ്ങരുതേ. വീണ്ടും പറഞ്ഞ് എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അടിയനെ അനുവദിക്കരുത്. ഈ ഉത്ബോധ്യമൊക്കെ ഉണ്ട്. മറ്റത് സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. അങ്ങനെ ദാവീദ് ഇസ്രായേലിൻ രാജാവായി. രാജ്യത്വമേൽക്കുമ്പോൾ 30 വയസ്സ്. ദീർഘ 40 വർഷം താൻ രാജ്യം ഭരിച്ചു. തന്റെ കാലശേഷമാണ് തന്റെ പ്രിയപ്പെട്ട മകനായ ശലോമോൻ ഇസ്രായേലിന് രാജാവായി. ഏറെക്കുറെ 20 വയസ്സ് പ്രായം അന്ന് അദ്ദേഹത്തിനുണ്ട്. മുമ്പ് ഞാനും ഗ്രഹിച്ചു വെച്ചിരുന്നത് 30 വയസ്സാണെന്നല്ല. തന്റെ ആ ജനന ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഏറെക്കുറെ 20 വയസ്സ് പ്രായമുള്ളപ്പോൾ സോളമൻ ഇസ്രായേലിന് രാജാവായി. 40 വർഷം അദ്ദേഹം ഇസ്രായേലിൽ വാണിരുന്നു. അപ്പൻ മരിച്ചത് 7 വർഷം കഴിഞ്ഞപ്പോൾ അപ്പന്റെ ആഗ്രഹമായ ദേവാലയം പണിതുയർത്തി പ്രതിഷ്ഠിച്ച് സ്വർഗത്തിലും തീയിറക്കി ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചു. പിന്നീടുള്ള തന്റെ ജീവിതം തികച്ചും ആർഭാടമേറിയതായിരുന്നു. അപ്പൻ കരുതി വെച്ച പൊന്നും മാത്രമല്ല, അന്ന് സമ്പാദ്യമായി കപ്പമായി കിട്ടിയ പൊന്നുമെല്ലാം കൂടി ഈ മനുഷ്യന്റെ ലെക്കും ലെവലും എല്ലാം അങ്ങ് പോയി. ദൈവമക്കളെ, രാജ്യം നേരെ ചൂനൊന്നും ഭരിച്ചിട്ടില്ല. പാട്ടും കൂത്തുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല സംഗീതക്കാരൻ, ആവശ്യമില്ലാതെ യുദ്ധമില്ലാതെ കുതിരകളെയും രഥങ്ങളെയും ഒക്കെ സമ്പാദിച്ചു. എന്തിനു പറയണ്ടോ, വാർദ്ധക്യം പടർന്നു പിടിച്ചു. അന്ത്യനാളായപ്പോൾ പ്രതീക്ഷകളൊക്കെ നശിച്ചു. തികച്ചും നിരാശപ്പെട്ടാണ് മരിച്ചത്. ശലോമോൻ സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട്. ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല, അങ്ങനെ ഇനി ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്, സോളമൻ 40ഓളം വർഷം ഇസ്രായേലിനെ ഭരിച്ചു. തന്റെ ആർഭാടമായ ജീവിതത്തിന്റെ പിന്നിൽ ഇസ്രായേൽ ഏറ്റവും പൊറുതിമുട്ടി. കാര്യം ആ സംഭവ ചരിത്രമൊക്കെ വായിച്ചാൽ രാജ്യത്തെ ജനങ്ങളെ വെച്ചങ്ങ് അമക്കിക്കളഞ്ഞു. തന്റെ ആ ആർഭാട ജീവിതം, 600 കുലീന പത്നിമാർ, 80 വെപ്പാട്ടികൾ, അസംഖ്യം കന്യമാർ, പിന്നെ 1000കണക്കിന് രഥങ്ങൾ, കുതിരകൾ, ഇതെല്ലാം കൂടെ മേടിച്ച് നാട്ടുകാരെ വെച്ച് പിഴിഞ്ഞു കളഞ്ഞു. ശലോമോൻ ചത്ത ഉടനെ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായതുപോലെ നാട്ടുകാരെല്ലാം കൂടി ഒരു നേതാവിനെ കണ്ടുപിടിച്ച് അവർ ചെന്ന് ശലോമോനോട് പറഞ്ഞു, ദേവി ഇത് ഞങ്ങളുടെ ഈ ഭാരം ഒന്ന് കുറച്ചു തരണം, അപ്പൻ വെച്ചിരിക്കുന്ന കരം ടാക്സ് ഒന്ന് കുറച്ചു തരണമെന്ന് പറഞ്ഞു. ഇവൻ മഹാ അഹങ്കാരിയായിരുന്നു ശലോമോന്റെ മോൻ. അവൻ പറഞ്ഞ ഒരു വാക്ക് കേട്ടാൽ നമുക്ക് അത്ഭുതം വരും. എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണം ഉണ്ടെന്ന് അവന്റെ അണിവരിൽ എന്തോ നോക്കിക്കോണമേ. അടുത്ത ദിവസം കരം പിരിക്കാൻ ചെന്നു. നാട്ടുകാർ പിരിവുകാരനെ കല്ലെറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കയ്യിൽ നിന്ന് രാജ്യം പോയി. രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഏകീകരിച്ച് ഭരിച്ച 3 രാജാക്കന്മാരേ ഉള്ളൂ. 1 ശൗൽ 40 വർഷം, 2 ദാവീദ് 40 വർഷം, 3 ശലോമോൻ 40 വർഷം. അങ്ങനെ 120 വർഷം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഏകീകരിച്ച് ഭരിച്ചു. അതിനുശേഷമായിട്ട് എന്ത് ചെയ്തു? രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. യഹൂദ, ബെന്യാമീൻ എന്ന 2 ഗോത്രം ചേർന്ന് ദാവീദിന്റെ വംശത്തിലേക്കും ശേഷിപ്പുള്ള 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ വംശത്തിലേക്കും വന്നു. ദൈവമക്കളെ, ഈ ഇസ്രായേൽ രാജവംശം നാം പഠിച്ചാൽ ഏതാണ്ട് 9 കുടുംബത്തിൽ നിന്ന് 19 രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചിട്ടുണ്ട്. യഹൂദയുടെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഏറെക്കുറെ 20ഓളം രാജാക്കന്മാർ ദാവീദിന്റെ വംശത്തിൽ നിന്നും വന്നിട്ടുണ്ട്.
അങ്ങനെ ദീർഘവർഷക്കാലം ഈ ഇസ്രായേലും യഹൂദയും രണ്ടായി പിരിഞ്ഞുകൊണ്ടേയിരുന്നു. അവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ദുഷ്ടതയും ദോഷവും നിമിത്തം ദൈവം ആ രാജ്യത്തെ ശത്രു രാജാക്കന്മാരുടെ കയ്യിലേൽപ്പിച്ചു. ഏതാണ്ട് BC 6 ശതകമായപ്പോൾ അക്കാലത്തെ ഇറാഖിലെ ഭരണകർത്താവായിരുന്ന നെബൂഖദ്നേസർ എന്ന രാജാവും അവന്റെ ബലവാനായ ഒരു സൈനാധിപനും കൂടെ ചേർന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിച്ചു. ശത്രു രാജ്യത്തിന് മുമ്പിൽ ഇസ്രായേൽ കീഴടങ്ങി. മഹാനായ സോളമൻ പണി കഴിപ്പിച്ച മഹത്തേറിയ ദേവാലയം ഇറാഖിലെ രാജാവ് തീയിട്ട് ചുട്ടുകളഞ്ഞു. ദാവീദ് രാജാവ് പണി കഴിപ്പിച്ച ദേവദാരു കൊണ്ടുള്ള അരമന അവർ ഇടിച്ചു നിരത്തി. ഇസ്രായേലിലെ ഒരു വലിയ സമൂഹത്തെ അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ അടിമയായി പോയ ഒരുവനാണ് വിശുദ്ധ തിരുവെഴുത്തിലെ 27-ാമത്തെ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ദാനിയേൽ എന്ന പ്രവാചകൻ. ദാനിയേല്, സാന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, നെഹമ്യാവ്, മൊർദെഖായി, ഹക്കായി, സെക്കരിയാവ്, ഇതുപോലെ ശ്രേഷ്ഠരായ അനേകർ ആ ദേശത്തേക്ക് അടിമകളായി പോയി. ചെന്നു ചേർന്നവർ ഇറാഖിലെ ഭരണകൂടങ്ങൾ, ഭരണചക്രങ്ങളെ തിരിക്കുന്നവരായി തീർന്നു. അങ്ങനെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദാനിയേൽ അവിടേക്ക് പോയത്. എന്നാൽ ഒരു 84 വർഷത്തോളം ഈ ദാവീദിന്റെ രാജ്യം ഭരിച്ചിരുന്നത് വിദേശികളായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദ് രാജാവിന്റെ സിംഹാസനം BC 6 ശതകത്തിൽ അല്ലെ BC 606 യഹൂദയിലെ അവസാന രാജാവായ യെഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ആക്രമിച്ച് സിംഹാസനം നഷ്ടപ്പെട്ടു. അങ്ങനാണ് ഈ ദാവീദിന്റെ സിംഹാസനം കയ്യിൽ നിന്ന് പോകുന്നത്. യെഹോയാക്കീമിനെ അവർ ചങ്ങലയിട്ടു ബാബേലിലേക്ക് കൊണ്ടുപോയി. തികഞ്ഞ അനിഷ്ടതയിൽ അവൻ അവിടെ കിടന്ന് മരിക്കേണ്ടി വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവനാണ് തിരുവെഴുത്ത് നശിപ്പിച്ചവൻ. പ്രവാചകനായ യെരമ്യാവിന്റെ തിരുവെഴുത്തുകൾ കണ്ണം മുറിച്ച് തീയിലിട്ട് ഇവനാണ് കത്തിച്ചു കളഞ്ഞത്. അവന്റെ മേൽ വലിയ അനർത്ഥം വന്നു. ദൈവമക്കളെ, അങ്ങനെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ദാവീദ് എന്ന ശ്രേഷ്ഠ രാജാവിന്റെ സിംഹാസനം യെഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് പോയി.